ജീവിതമാണെൻ്റെ ആരാധന, ഞാൻ യേശുവിലായതിനാ. എൻ്റെ ജീവിതമാണെൻ്റെ ആരാധന, ഞാൻ യേശുവിലായതിനാ. എൻ്റെ ജീവിത ശൈലിയാണ് ആരാധന, ഞാൻ യേശുവിനാലയമാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണല്ലേ. എന്നാൽ പ്രാർത്ഥന ഒരു വ്യായാമം അല്ലെങ്കിൽ ഒരു എക്സസൈസ് ആക്കി ഡെയിലി റൊട്ടീൻ ആക്കി എടുക്കാനായിട്ട് പറ്റുമോ? ഈ ഒരു പ്രാർത്ഥന രീതി ഒന്ന് ട്രൈ ചെയ്താൽ നല്ലതായിരിക്കും തോന്നുന്നു. ആദ്യം ഇതൊന്ന് ക്ഷമയോടെ കേൾക്കാൻ മനസ്സുണ്ടാകണം കേട്ടോ. സ്കിപ്പ് ചെയ്യല്ലേ, മുഴുവൻ കേൾക്കണേ. നമ്മൾ സാധാരണ പ്രാർത്ഥന എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കുറെ ആവലാതികളും ആവശ്യങ്ങളും പരാതികളുടെയും ഒക്കെ ഒരു ലിസ്റ്റ് ദൈവത്തിന്റെ മുൻപിൽ നിരത്തി വെച്ചിട്ട് അതെല്ലാം ഒന്ന് റെഡിയാക്കി തരണം എന്ന് പറഞ്ഞ് ആമേൻ പറയുന്നതാണ് സാധാരണ ഒരു പേഴ്സണൽ പ്രയർ. ഇല്ലെങ്കിൽ കുറെ പ്രിന്റഡ് പ്രാർത്ഥന, നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന കുറെ പ്രിന്റഡ് പ്രാർത്ഥന ഒരു ചെയിൻ ആയിട്ട് പ്രാർത്ഥിച്ച് അവസാനം ആമേൻ പറഞ്ഞ് എഴുന്നേക്കുന്നത്. ഇത് ശരിക്കും പ്രാർത്ഥനയല്ല. അത് ദൈവവുമായിട്ടൊരു കോൺവെർസേഷൻ ആകണം. പിന്നെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നത്, ശരീരത്തിനെ ഉണർവ് നൽകുന്നത് ഒക്കെ ആയിരിക്കുമ്പോഴാണ് പ്രാർത്ഥന ഒരു ഡെയിലി പ്രയോജനമുള്ളൊരു കാര്യമായിട്ട് മാറുന്നത്. പ്രാർത്ഥന ശരീരം ശുദ്ധീകരിക്കുന്നതിന് കൂടെ കാരണമാകണം. ഇതൊന്ന് ട്രൈ ചെയ്യണേ. രാവിലെ ഉറക്കമുണരുമ്പം മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള ആ പ്രാർത്ഥനയുടെ ഒരു ചിട്ടവട്ടമാണ് നമ്മൾ ഈ കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ധ്യാനിക്കുന്നത്. അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്ത് കേട്ടോ. രാവിലെ നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താ? നമ്മളൊരു ദീർഘനിശ്വാസം എടുക്കും അല്ലേ. ശ്വാസം നല്ലോണം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്കൊന്ന് കളയും. ഈ സമയത്ത് മുതൽ നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കണം. 104-ാം സങ്കീർത്തനത്തിന്റെ 30-ാം വാക്യം ദീർഘനിശ്വാസം എടുക്കുന്ന സമയത്ത് നോർത്തേ, അങ്ങ് ജീവശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, അങ്ങ് ഭൂമിയെ നവീകരിക്കുന്നു. ഇതൊരു പ്രാർത്ഥനയാക്കി മാറ്റണം. കർത്താവേ, നിന്റെ ജീവശ്വാസം അയച്ച് എന്നെ ഒന്ന് നവീകരിക്കണേ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്നുകൊണ്ട് തന്നെ ഒരു 3-4 ദീർഘശ്വാസം എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു റിഫ്ലക്സ് പ്രവർത്തനം പോലെ നമ്മൾ ചെയ്യുന്നെന്താ, എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ തലമുടി ഒന്ന് ഒതുക്കും അല്ലേ. ആ സമയത്ത് ഒരു വചനം ഓർമ്മയിൽ കൊണ്ടുവരണം. മത്തായി 10:30. ആ വചനം നമുക്കൊന്ന് പറ്റുമെങ്കിൽ ഒന്ന് ഉച്ചത്തിൽ പറയുക, അല്ലെങ്കിൽ മനസ്സിലെങ്കിലും പറയണം. നിന്റെ തലയിലെ ഓരോ മുടിനാര് പോലും എണ്ണപ്പെട്ടിരിക്കുന്നു, അതിനാൽ ഞാൻ ദൈവത്തിന് വിലപ്പെട്ടവനാണ്. ആ വചനം നമ്മുടെ തന്നെ ആക്കി മാറ്റി ഒരു പ്രാർത്ഥനയാക്കി മാറ്റണം. ഒരു കോൺഫിഡൻസോടെ എഴുന്നേക്ക്. ഒരു ശക്തമായിട്ടുള്ള ഒരു മനസ്സിന് ഒരു എനർജി കിട്ടുന്ന രീതിയിൽ എന്നെ പരിപാലിക്കാൻ, എന്നെ വിലപ്പെട്ടവനായിട്ട് കരുതുന്ന ഒരുത്തനുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസിൽ ആ വചനം നമ്മളെ എഴുന്നേൽപ്പിക്കും. നേരെ നമ്മൾ നടന്നു പോകുന്ന എങ്ങോട്ടാ? ബാത്റൂമിലേക്ക് പോയി ആദ്യം നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കും അല്ലേ. കണ്ണാടിയിലേക്ക് നോക്കിയാൽ നമ്മൾ സൂക്ഷിച്ച് നമ്മുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കും. കണ്ണുകളിലെ അഴുക്കൊക്കെ എടുത്ത് കളയാൻ വേണ്ടിയിട്ടാ. പെട്ടെന്നൊരു വചനം ഓർമ്മയിൽ വരണം. കണ്ണ് ശരീരത്തിന്റെ വിളക്കാണ്. നിന്റെ കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. മത്തായി സുവിശേഷം 10:30 അറിയാലോ അല്ലേ. അത് കഴിഞ്ഞിട്ട് കണ്ണിന്റെ ഭാഗം, ആ മത്തായി സുവിശേഷം 6-ാം അധ്യായം 5-6 ഒരു എക്സസൈസ് ആകട്ടെ, ഒന്ന് തപ്പിയെടുക്ക്. കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. അതൊരു വഴി പ്രാർത്ഥനയാക്കി മാറ്റണം. കർത്താവേ, എൻ്റെ കണ്ണുകൾ നിന്നെ കാണാൻ സഹായിക്കണമേ, ഇരുട്ടിനെ നോക്കാനല്ല. എൻ്റെ നയനങ്ങൾ നിന്റെ പ്രകാശം കാണുവാൻ, നിന്നിൽ പ്രകാശിക്കുവാൻ എന്നെ സഹായിക്കണമേ. എന്നിട്ട് ആ കൃഷ്ണമണിയിലോട്ട്, കണ്ണാടിയിൽ നിങ്ങളുടെ കൃഷ്ണമണിയിലോട്ടോ നോക്കി ഒരു സങ്കീർത്തനം 17:8 ചൊല്ലിക്കേ. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ, നിന്റെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. പോകല്ലേ. മുഖം കഴുകാനായിട്ട് കയ്യിൽ ടാപ്പ് തുറന്ന് വെള്ളം എടുക്കുമ്പോഴത്തേക്കും ആ കൈ ഒന്ന് നോക്കിക്കേ. എന്നിട്ട് സങ്കീർത്തനം 18:20 ചൊല്ലിക്കേ. എൻ്റെ കൈകളുടെ നിർമ്മലതയിലേക്ക് ചേർന്ന വിധം കർത്താവ് പകരം തരും. എൻ്റെ കൈകളുടെ നിർമ്മലതയ്ക്ക് ചേർന്ന വിധം കർത്താവ് എനിക്ക് പകരം തരും. ധ്യാനിച്ച് അതൊരു പ്രാർത്ഥനയാക്കണം. കർത്താവെ, എൻ്റെ കൈകൾ നിർമ്മലമാക്കണമേ. മുഖത്തേക്ക് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും സങ്കീർത്തനം 4:6 ഒന്ന് ഓർത്തേ. കർത്താവെ, അങ്ങയുടെ മുഖകാന്തി എൻ്റെ മേൽ പ്രകാശിപ്പിക്കണമേ. ചെവി ഒന്ന് തൊട്ടിട്ട് പറയണം. യേശയ്യാ 50:4. പ്രഭാതം തോറും അവിടെ നിന്റെ കാതുകളെ ശിഷ്യനെ പോലെ ഉണർത്തുന്നു. സങ്കീർത്തനം 6. കർത്താവെ, എൻ്റെ കാതുകൾ തുറന്ന് നല്ലത് കേൾക്കാൻ, അങ്ങയെ കേൾക്കാൻ എൻ്റെ കാതുകൾക്ക്
ശക്തി തരയണം, അല്ലെങ്കിൽ കാതുകൾ തുറക്കണമേ. വായ കഴുകാനായിട്ട് വെള്ളം വായിലേക്ക് എടുക്കുമ്പോഴത്തേക്ക് ഒന്ന് പറയണം. സങ്കീർത്തനം 19:14. എൻ്റെ വായിലെ വാക്കുകൾ ഹൃദയത്തിന്റെ വികാരവും അങ്ങേക്ക് സ്വീകാര്യമായിരിക്കട്ടെ. ഇനി അത്യാവശ്യം ദിനകൃത്യങ്ങളൊക്കെ ചെയ്ത് ഒരു കാപ്പിയുമൊക്കെ എടുത്ത് സ്വസ്ഥമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വന്നിരുന്ന് ആ വചനം ഒന്ന് തുറന്ന്, സാധിക്കുമെങ്കിൽ ഒരു 5 മിനിറ്റ് ബൈബിളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വായിച്ച് ഒരു കാപ്പിയൊക്കെ കുടിച്ച് കർത്താവിന് എന്നോട് പറയാനുള്ളത് എന്താണെന്ന് അവിടെ ഒന്ന് വായിച്ചെടുക്കണം. അതൊരു എനർജിയാണ് കേട്ടോ. കോഫി ശരീരത്തിന് ഉന്മേഷം നൽകുമെങ്കിലും മനസ്സിനെ ഉണർത്താനായിട്ട് കർത്താവിന്റെ വചനം തന്നെ വേണം. അതുകൊണ്ട് കോഫി മാത്രം കുടിച്ചിട്ട് പോകല്ലേ. ആ സമയത്ത് കോഫി കുടിക്കാൻ ഉപയോഗിക്കുന്ന ആ സമയം ഒരു 5 മിനിറ്റെങ്കിലും വേണ്ടേ കോഫി കുടിക്കാൻ. ആ സമയം ദൈവത്തിന്റെ വചനവുമായിട്ട് നമുക്കൊന്നിരിക്കാം. ശേഷം പറയുക, എൻ്റെ ഹൃദയത്തിൽ അങ്ങ് വസിക്കണമേ. അല്ലേ? സങ്കീർത്തനം 51:10 വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. വചനം നമ്മളെ ശുദ്ധീകരിക്കും. ശരീരത്തിന് വേണ്ട അല്പം എക്സസൈസ് ഒക്കെ കൊടുക്കണം കേട്ടോ. ചടഞ്ഞിരുന്ന് പിന്നെ മൊബൈൽ നോക്കാനായിട്ട് വരട്ടെ. ശരീരം ദൈവത്തിന്റെ ആലയമാണെന്നുള്ളത് കാര്യം മറന്നുപോകരുത്. അതുകൊണ്ട് അല്പം നടക്കുകയോ ശരീരത്തിന് എക്സസൈസ് കൊടുക്കുകയോ ഒക്കെ ചെയ്യണം. പക്ഷെ അത് ചെയ്യുമ്പോഴും പ്രാർത്ഥന നിർത്തണ്ട. സങ്കീർത്തനം 18:32 അവിടുത്തെ ശക്തി കൊണ്ട് എൻ്റെ അരമുറുക്കുകയും എൻ്റെ മാർഗം സുരക്ഷിതമാക്കുകയും ചെയ്യുന്നു. കാലുകളിലേക്ക് നടക്കുകയോ എക്സസൈസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും കാലുകളിലേക്ക് നോക്കിയിട്ട് സങ്കീർത്തനം 18:33 ചൊല്ലണം. അവിടുന്ന് എൻ്റെ കാലുകൾക്ക് മാൻപേടയുടെ വേഗത നൽകുന്നു. 36 ഇങ്ങനെ പറയുന്നു, എൻ്റെ കാലുകൾ വഴുതിയില്ല. സങ്കീർത്തനം 119:32 ധ്യാനിക്കണം, അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ നടക്കാൻ എന്നെ പഠിപ്പിക്കണമേ. സങ്കീർത്തനം 51:18 എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അസ്ഥിയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ശരീരമൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ചൊല്ലേണ്ട സങ്കീർത്തനം ഇതാണ്. സങ്കീർത്തനം 51:16 നീ തകർക്കപ്പെട്ട എൻ്റെ അസ്ഥി സന്തോഷത്താൽ പുളകമണിയട്ടെ. let the bonds you have crushed rejoice. ഇനി നമ്മളെ ജോലിയിലേക്ക് കടക്കുകയാണ്. ജോലിയിലേക്ക് കടക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിക്കുമ്പോഴും നിങ്ങൾക്ക് പറ്റിയ ഒരു സങ്കീർത്തനം കണ്ടെത്തണം. ഒരു സങ്കീർത്തനം ഞാൻ ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നു. സങ്കീർത്തനം 4:7 ധാന്യവും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ആകയാൽ ദൈവമേ നന്ദി. സങ്കീർത്തനം 136:25 പറഞ്ഞ് ജോലി ആരംഭിക്കാം. അല്ലെങ്കിൽ പ്രഭാഷകൻ 11:21 ആയാലും മതി. കർത്താവിൽ ശരണം വെച്ചുകൊണ്ട് നിന്റെ ജോലികൾ ചെയ്യുക. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. നിന്റെ ജോലിയെല്ലാം ചെയ്തു കഴിഞ്ഞ് വരുമ്പോഴും പോകുമ്പോഴും എല്ലാം ഈ സങ്കീർത്തനങ്ങളുമായിട്ടൊരു കണക്റ്റഡ് ആകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവവചനവുമായിട്ട് കണക്ട് ചെയ്ത് ഓരോ കാര്യവും ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കും, ഒപ്പം മനസ്സിനെ ശുദ്ധീകരിക്കും. ഹൃദയം വിശുദ്ധമാകും, കൈകൾ വിശുദ്ധമാകും, കണ്ണുകൾ വിശുദ്ധമാകും, കാതുകൾ വിശുദ്ധമാകും. അപ്പോൾ ദൈവപ്രവൃത്തി നമ്മില് നടപ്പാക്കി തുടങ്ങും. ദൈവം തന്റെ പ്രവൃത്തി നമ്മുടെ ശരീരത്തിൽ, മനസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തുടങ്ങും. ഇനി ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേക്കും മറക്കരുത് സങ്കീർത്തനം 4:8 പറഞ്ഞിട്ട് വേണം ഉറങ്ങാൻ കിടക്കാൻ. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും, എന്തെന്നാൽ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. നമ്മൾ ഇതുവരെ ഈ 5 മിനിറ്റ് കൊണ്ട് ഓടിച്ചൊന്ന് ധ്യാനിച്ചത് രാവിലെ എഴുന്നേൽക്കുമ്പം ദീർഘനിശ്വാസത്തോടെ എഴുന്നേറ്റ് ദിനകൃത്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എക്സസൈസ് ചെയ്യുമ്പോഴും എല്ലാം ചെയ്ത് അവസാനം കിടന്നുറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ ഓരോ വചനവുമായിട്ട് കണക്ട് ചെയ്ത്, ഇതൊരു മോഡൽ മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വചനം ഓരോ ജോലി ചെയ്യുമ്പോഴും അത് നിങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, ഒരു കുഞ്ഞു പേപ്പർ ഉണ്ടാക്കി പോക്കറ്റിലോ നമ്മളെ വാലറ്റിലോ ഒക്കെ സൂക്ഷിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് 1-2 ദിവസം ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറും. അങ്ങനെ മാറുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി, നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തരം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നതിന്റെ അത്ഭുതം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധമായിട്ടുള്ളൊരു ജീവിതം നയിച്ച് ഞങ്ങളുടെ പ്രയത്നങ്ങളെ ഒക്കെയും ഫലവത്താക്കുവാൻ, ഞങ്ങളുടെ പ്രയത്നങ്ങൾ സ്വർഗോന്മുഖമാക്കുവാൻ, നിത്യതയെ ലക്ഷ്യമാക്കുവാൻ, അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ അത്ഭുതങ്ങളും നിന്റെ നടത്തിപ്പും കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
കർത്താവ് കൂടെ ഉണ്ടാകട്ടെ. ഒന്നിച്ചു നടക്കാം, കൃപയുടെ വഴിയിലൂടെ നടക്കാം, നിത്യതയിലെത്താം. ആമേൻ. എന്റെ ജീവിതമാണെന്റെ ആരാധന, ഞാൻ യേശുവിലായതിനാ. എന്റെ ജീവിതമാണെന്റെ ആരാധന, ഞാൻ യേശുവിലായതിനാ. എന്റെ ജീവിത ശൈലിയാണ് ആരാധന, ഞാൻ യേശുവിനാലയമാ. എന്റെ ജീവിത ശൈലിയാണ്